ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി സോഷ്യൽ മീഡിയയിലെ താരദമ്പതികൾ പോരാടുന്ന ഫാമിലി മാമാങ്കം. ടെലിവിഷൻ ചരിത്രം തിരുത്തിയെഴുതുന്ന പോരാട്ടത്തിനിതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. നിങ്ങളുടെ മനസ്സുകളും മൊബൈൽ സ്ക്രീനുകളും കീഴടക്കി ഇവരിനി നിങ്ങളുടെ സ്വീകരണ മുറികൾ കീഴടക്കാനെത്തുന്നു. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ഉലകത്തിലില്ല ഇതുപോൽ പുലിവാൽ ജോഡികൾ. ലോഡിംഗ് നൗ. പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. Kudukku putiya kuppayam uduthu mandana kaalatte midukki pinne ennoda nenjil nadukirunnavalane nee, nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കലങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈ ജി, മൈ ജനറേഷൻ ഡീറ്റെയിൽ ഹബ് ആൻഡ് സ്പെഷ്യൽ പാർട്ണർ KSFA. ഞാൻ ജി കേരളത്തിലൂടെയാണ് ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയുടെ ഫ്ലോറിലേക്ക് വലതുകാലം വെച്ച് കയറുന്നത്, സരിഗമപ എന്ന് പറയുന്ന ഷോയിലൂടെ. അപ്പോൾ ആ ഷോയിലൂടെ ഒരുപാട് സ്നേഹവും ഒരുപാട് സപ്പോർട്ടും നിങ്ങൾ എനിക്ക് തന്നു. അതിനുശേഷം സി കേരളത്തിനോട് തന്നെ കരഞ്ഞു കാല് പിടിച്ച വേറൊരു ഷോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ്. എൻ്റെ കൂടെ എൻ്റെ പ്രിയ പത്നിയുണ്ട്, അപർണ തോമസ്. വെൽക്കം. ഞാൻ തന്നെ ആദ്യത്തെ വെൽക്കം തരാം. അതന്നെ, താങ്ക് യു സോ മച്ച്. സി കേരളത്തിലെ ഷിറ്റുവിന്റെ കൂടെ എനിക്കും ഈ ഒരു ഷോ ചെയ്യാൻ പറ്റി, ഈ ഒരു വലിയ റിയാലിറ്റി ഷോ ചെയ്യാനായിട്ട് എനിക്കും ഒരു ചാൻസ് തന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ രണ്ടുപേരുടെ ചേർന്നിട്ട് ഒരു ചെറിയ അമ്മിട്ടിന് തിരി കൊളുത്താൻ പോവാണ്. നമ്മൾ വന്നിങ്ങനെ തുടങ്ങുന്നുള്ളൂ. വലിയ 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 ആൾക്കാരൊക്കെ ഇനിയാണ് വരാനുള്ളത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട്. ഇതൊരു കപ്പിൾ ഷോ ആണ്. നമുക്ക് 8 വൈറൽ കപ്പിൾസ് ഉണ്ടാവും. 8 വൈറൽ കപ്പിൾസ് എന്ന് പറയുന്നത് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ കണ്ട് സുപരിചിതരായ, ഭയങ്കര ഫേമസ് ആയ, അവരുടെ കഴിവുകളിലൊക്കെ കൂടെ തന്നെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള 8 കപ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വാശിയേറിയ പോരാട്ടമായിരിക്കും ഈ ഒരു 8 കപ്പിൾസ് തമ്മിൽ. പക്ഷേ കപ്പിൾസിനെയൊക്കെ കാണുന്നതിന് മുമ്പ്, അവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മഹത് വ്യക്തിയെ നമുക്ക് പരിചയപ്പെടണം, ഇങ്ങോട്ട് വിളിക്കണം. നമ്മുടെ പ്രേക്ഷകരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ നമ്മള് ജി കേരളത്തിൽ ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസിലൂടെ കുറെ നാളുകൾക്ക് ശേഷം ടെലിവിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഒരു ഉഗ്രൻ പെർഫോമൻസോടുകൂടി വരുന്നു. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഗോവിന്ദ് പത്മസൂര്യ GP.
വെൽക്കം ബാക്ക്. വെൽക്കം ടു സി കേരളം മിസ്റ്റർ ആൻഡ് മിസ്സസ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഒരു റിയാലിറ്റി ഷോൻ്റെ ഫ്ലോറിൽ വേറൊരു റോളിൽ വന്ന് നിൽക്കുമ്പോൾ. കുറേ കാലമായിട്ട് ഞാനത് അവരെയൊക്കെ ഇങ്ങനൊരു റോളിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ച് വരാൻ പറ്റിയത് തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു യങ് ചാനൽ വിച്ച് ഈസ് വെരി ഫാസ്റ്റ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ചാനലിലൂടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല ആ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന 2 പേര് ഇന്ന് കേരളത്തിലെ 2 സെൻസേഷനാണ് എന്നുള്ളതും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. എങ്ങനെയുണ്ട്? അതെ, ഒരു സീനിയറുടെ മുമ്പിലാണ് ഒരു ജൂനിയർ നിൽക്കുന്ന അങ്ങയുടെ പതരബിന്ദങ്ങൾ. ആക്കിയതല്ല, പറഞ്ഞു വളരെ പോയിന്റാണ്. കാരണം ഈ വികാരം എനിക്ക് മനസ്സിലാവും. ഞാൻ കുറേ കാലത്തിന് മുമ്പ് ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതേ ഒരു വിനയത്തോടു കൂടിയൊക്കെയാണ് ഞാനും വന്നത്. അന്ന് വന്ന് കയറിയപ്പോൾ സീനിയേഴ്സൊക്കെ എന്നെ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ റാഗ് ചെയ്യുമല്ലോ. അതെ, അപ്പൊ അതിൽ കുറച്ചെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അതും കൂടിയാണ് എന്റെ വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കുറെ കാലമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഇത്രയും ആളുകളുടെ മുമ്പിലേക്ക് വീണ്ടും തിരിച്ച് എത്താൻ സാധിച്ചത്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫാമിലിയിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ജിപി. അപ്പൊ നമ്മുടെ മെയിൻ കാര്യക്കാരൻ എത്തിയിട്ടുണ്ട്. ജിപിനെ നമ്മളവിടെ സെറ്റ് ആക്കി ഇരുത്തിയിട്ടുണ്ട്. ജിപിക്ക് നമുക്കൊരു കമ്പനി കൊടുക്കാം. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ബോറടിച്ച് വിഷമിക്കില്ലേ അല്ലേ ജിപി? ഒരു ചെയർ കൂടെ അവിടെ ഇങ്ങനെ രാജകീയമായിട്ട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒരു സുന്ദരി നായിക, ഒരു സുന്ദരി നായികയാണ് ജിപി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സുന്ദരി നായികയാണ് ഇരിക്കാൻ പോകുന്ന ഒരു സുന്ദരി നായികയാണ്. ഐ എം റെഡി. അതറിയാം, എല്ലാവരും റെഡിയാണ്. മലയാള സിനിമയിലെ ഒരു സുന്ദരി നായിക. ഊഴം എന്ന് പറയുന്ന സിനിമയിലൂടെ, മാസ്റ്റർ പീസിലൂടെ നമുക്കൊക്കെ ഒരുപാട് സുപരിചിതയായ നമ്മളുടെ സ്വന്തം ദിവ്യ പിള്ളൈ. അടിപൊളി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അതും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്ത് വേറെ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. എന്തായാലേ പ്രൊമോയിൽ വന്നില്ല എന്നുള്ള ആ ഒരു ക്ഷീണം മാറ്റാൻ ഡാൻസിൽ ഒരു ഡ്രസ്സ്, എപ്പിസോഡിന്റെ പകുതിക്ക് വേറെ ഡ്രസ് ഉണ്ടോ? ഇല്ല. ദിവ്യ, വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫാമിലി. താങ്ക് യു. ഞാൻ ഡാൻസ് കളിച്ചത് ഒരു സ്റ്റേജിൽ കളിക്കുന്ന ആദ്യമായിട്ടാണ്. നല്ലതാ, വളരെ വളരെ നല്ലതാ. എല്ലാം ആദ്യമാവുന്നത് വളരെ വളരെ നല്ലതാ. എല്ലാം തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ടെലിവിഷനിൽ നമ്മുടെയൊക്കെ ആശാനാണ് ഇരിക്കുന്നത്. അപ്പൊ ആശാന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റിയതും വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. ചിലപ്പോ ഇടയ്ക്ക് തോന്നും വരേണ്ടിയിരുന്നില്ലായിരുന്നു, പക്ഷെ സഹിക്കണം. ഇവിടെയുള്ള ഓരോ മൊമെന്റും നന്നായിട്ട് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അതെ, ഐ ആം ജസ്റ്റ് എക്സൈറ്റഡ് ടു മീറ്റ് our contestants. You carry on. പിടിച്ചതിലും ഞാൻ സപ്പോർട്ട് ഒക്കെ ചെയ്യും. You tell me. അപ്പോ നമ്മുടെ ആശാൻ ജിപിയുടെ അടുത്ത് ഒരു DP ഞങ്ങൾ പ്രതിഷ്ഠിക്കാൻ പോവാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ DP ആയിട്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ DP ഒരിക്കൽ കൂടെ വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്ലീസ്. അപ്പം DP നമ്മളെല്ലാരും വന്നു, സെറ്റായി. പക്ഷെ നമ്മളല്ല ശരിക്കും ഈ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ നട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരിക്കുള്ള നമ്മുടെ നട്ടല്ലുകളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് സുപരിചിതരായ 8 വൈറൽ കപ്പിൾസ് ആണ്, വേറെ ലെവൽ കപ്പിൾസ് ആണ്. ഇനി കാണാൻ പോകുന്നത് അവരുടെ അംഗങ്ങളാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു ഫാമിലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ 8 കിടിലൻ കപ്പിൾസ്. അപ്പൊ ഇതാണ് നമ്മുടെ 8 വൈറൽ കപ്പിൾസ്. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. നമസ്കാരം. നിങ്ങൾ പേര് പറയാ, ആ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാം. എൻ്റെ പേര് അജിത്ത്, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. തുടങ്ങി. ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവള് പെട്ടെന്ന് കൊതി കുത്തും മീൻസ് പെട്ടെന്ന് മൂഡ് ഇങ്ങനെ ഡൗൺ ആവും. ഓ, എൻ്റെ പേര് ഡോണ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻസും പാട്ടൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ചേട്ടൻ്റെ ദേഷ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം. പ്രണയവിവാഹമായിരുന്നോ? എവിടുന്ന ആദ്യം കാണുന്നു? ഞാനൊരു ജ്വല്ലറി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു സന്ധ്യാസമയത്ത് ഇവളിങ്ങനെ ഒരു കുരിശെടുക്കാൻ വേണ്ടി ജ്വല്ലറിലോട്ട് കയറി വന്നാണ്. അത് അങ്ങനെ ഒരു കുരിശായി മാറി. അതാണ് സത്യം. അതെടുത്ത് അങ്ങനെ തോളത്ത് വെച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ, വർക്കലയാണ് സ്വദേശം. ഭാര്യയായിട്ട് കറങ്ങി നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇനി ഇതൊരു ഒരു ചടങ്ങായിരിക്കും അല്ലേ? 8 പേര് മിക്കവാറും ഇത് തന്നെ പറയുന്നു. ആദ്യമായിട്ട് പറയുന്നു, ഈ പറഞ്ഞത് ഇനി ഒരാൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോ വൈഫിനെയും കൂട്ടി യാത്ര ചെയ്യാനാണ് ഇഷ്ടം. വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു എന്നല്ലേ ഉദ്ദേശിച്ചേ? വളഞ്ഞു തിരിഞ്ഞ് ചെറിയ വളവൊന്നും അല്ലത്. എങ്ങനെ പോയത്? എന്റെ പേര് ലെന. എനിക്ക് എന്നിൽ ഇഷ്ടമുള്ള കാര്യം പെട്ടെന്ന് ദേഷ്യം വരില്ല. എന്തോ പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീറ്റ്സ് തലശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീഡിയോസ് എടുക്കുക, പിന്നെ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ കമൻറ്റ് വായിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യം നെഗറ്റീവ് കമന്റ്. ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ടൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കമൻറ്റിന് വേണ്ടിയിട്ട്. ഇയാൾ വീഡിയോന് വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല. ഞാൻ വരില്ല, നിങ്ങൾ ഇങ്ങനെയാക്കും. എന്താ പറയാ? മേരി ഒരു വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇവിടെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കമന്റ് വരുമ്പോൾ എല്ലാത്തിലുണ്ടാവും, വാവ് ചേച്ചി അടിപൊളി, ചേട്ടൻ കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ, ചേട്ടൻ ഒട്ടും റിയൽ അല്ല, ചേച്ചി അങ്ങ് അഭിനയിച്ച് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ. എൻ്റെ പേര് ഋതുഷ എന്നാണ്.
ഇവര് എന്നെ വിളിക്കുന്നത് മിറിന്നാണ്. ഇതെന്നെ വിളിക്കുന്നത് മെറിയെന്നാണ്. ഇവര് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്റെ വർക്ക് ചെയ്യാന്നാണ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനാണ് ഇഷ്ടം. അതിന്റെ ഇടയിലാണ് ഈ വീഡിയോയിലേക്ക് അത് ശരിയാ. എന്നിട്ട് വന്നിട്ട് ഷോ മൊത്തം കൊണ്ടുപോകും ചെയ്യും അല്ലേ? എൻ്റെ പേര് ബിബിൻ എന്നാണ്. കൊല്ലു. വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ഹർത്താൽ രഹിത ഗ്രാമമായ പുല്ലുവഴി. ഹർത്താൽ ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ, ഞാനത് എവിടെ ചെന്നാലും പറയുന്ന ഒരു കാര്യമാണ്, നിർത്തലാക്കിയത് ഞങ്ങളുടെ നാട്ടിലാണ്. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹർത്താലൊക്കെ നിർത്തും നമ്മള് എന്നുള്ള രീതിയിലാണ് പേര് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരായിട്ടും സംസാരിക്കുക, കൂട്ടുകൂടുക. ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റർ പിടിപ്പിക്കൽ ഭയങ്കര ഒരു ഇതാണ്. അതായത് പങ്ക്ച്വാലിറ്റി ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പേര് ജസ്ന. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പാട്ട് പാടാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കാര്യം ഈ കാര്യമാണെന്നോ? പിന്നെ പോസ്റ്റ് തരില്ലേ. എന്റെ പേര് ഷജി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് ഇഷ്ടമുള്ള കാര്യം യാത്ര പോകലാണ്. യാത്ര പോകാൻ എവിടേക്കും കൊണ്ടുപോയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും. എൻ്റെ പേര് നിഷാർ ഇബ്രാഹിം എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉറങ്ങാനാണ്. പിന്നെ ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ ചില സമയത്ത് TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഭക്ഷണം ഒന്ന് വാരി തരാൻ പറയും. ആ സമയത്ത് പറ്റില്ല എന്ന് പറയുള്ളൂ. അതെനിക്ക് തീരെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പേര് ഹിമ, എൻ്റെ വീട് തൃപ്പൂണിത്തുറയാണ്, പക്ഷെ നാട് പാലക്കാടാണ്. എനിക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായിക്ക് ഇച്ചിരി ദേഷ്യമുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. ഇവര് ദേഷ്യക്കാരാവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. എൻ്റെ പേര് സുമിത് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അമ്മയായിട്ട് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എവിടെ പോയാലും. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യം അമ്മൂട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തന്നെ ദേഷ്യം എനിക്ക് കൺട്രോൾ. ആര് പറഞ്ഞ പോലെ? അമ്മൂട്ടൻ. വീട്ടിൽ അമ്മൂന്നാണ് വിളിക്കാറ്, ഞാൻ അമ്മൂട്ടൻ എന്നാണ് വിളിക്കാറ്. അമ്മൂട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ദേഷ്യം എനിക്ക് ചില നേരത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പേര് റിജി, ഞങ്ങൾ വരുന്നത് കോട്ടയത്തു നിന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ആശാന്റെ ഓൺലൈൻ ഗെയിം കളി. ഓൺലൈൻ ഗെയിം താങ്കൾ എന്താ കേട്ടു? പകുതി അവള് വിഴുങ്ങിയോന്നൊരു സംശയം. എന്താ വേറെ? ഞങ്ങൾ ഗെയിം തന്നെയാ കേട്ട്. പെട്ടെന്നൊരു പരിഭ്രമം, ഒരു കുറ്റബോധം, മൊത്തത്തിലൊരു എനിക്കങ്ങനൊന്നുമില്ല. പറഞ്ഞോളൂ. എൻ്റെ പേര് രഞ്ജിത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് കഴിക്കാനാണ്. ഇഷ്ടമില്ലാത്ത കാര്യം അത് കഴിച്ചോണ്ട സമയത്ത് വയറ് കൂടും എന്ന് പറഞ്ഞിട്ട് അവൾ മാറ്റി വെക്കും. ഇതാണ് ഇഷ്ടമില്ലാത്ത കാര്യം. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ പന്തളത്തു നിന്നാണ് വരുന്നത്, പത്തനംതിട്ട ജില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല ഫ്രണ്ട്ലി ആവുന്ന ഒരു കൂട്ടത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുമ്പം പുള്ളിക്കാരൻ കമന്നങ്ങ് കിടക്കും, നമ്മളോട് മിണ്ടത്തില്ല. കുറേ നേരം അങ്ങനെ അങ്ങ് കിടക്കും, മിണ്ടത്തേ ഇല്ല, നമ്മളോട് സംസാരിക്കത്തില്ല, നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യും. അല്ല, ചില സമയം എനിക്ക് ചിലപ്പോ തോന്നും സൈക്കോ ആണോ എന്ന് തോന്നും. അല്ല, അങ്ങനെ സത്യമായിട്ട് എൻ്റെ ദൈവം സത്യം, ഞാൻ സൈക്കോ അല്ല. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, നാട്ടുകാർ മൊത്തം കാണുന്നില്ലേ ലക്ഷ്മി. എൻ്റെ പേര് സഞ്ജു മധു, ഞാൻ അടൂര് പട്ടാഴിയാണ് എൻ്റെ സ്ഥലം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എൻ്റെ വീട്ടിലൊരു പൊടിക്കുഞ്ഞുണ്ട്. അപ്പോൾ അവളെ എനിക്കെടുത്ത് ഈ തോളെ വെച്ചിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയം കിട്ടും, എൻ്റെ വർക്ക് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ. പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇവളോട് ഞാൻ മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവള് കലിബിലാന്നുള്ള ചില ഒരു സംസാരമുണ്ട്. ഈ ഷോയിൽ അധികം നമ്മൾ സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണി കുറഞ്ഞു. നമ്മളെ വെറുതെ ഇവരെ ഇവിടോട്ട് വിളിച്ച് നിർത്തിയിട്ട് എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡാണ്. നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉള്ള കോൺഫിഡൻസ് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മേഖലകളിൽ എന്ന് വെച്ചാൽ വിഷ്വൽ മീഡിയയിൽ നിങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തതും ഈ ഒരു കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കോൺഫിഡൻസ് ആണ്. സഭാകമ്പമില്ലാതെ, ഇൻഹിബിഷൻ ഇല്ലാതെ ശരിക്കും എൻജോയ് ചെയ്ത് തരുന്ന ടാസ്കുകളൊക്കെ ഏറ്റവും ആത്മാർത്ഥമായി ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. ആ പ്രതീക്ഷ തെറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രോയിൽ നിന്നും നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ വെൽക്കം ടു ദ ഷോ വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു GP. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. യുവർ കോൺഫിഡൻസ് ഈസ് സ്പ്രെഡിങ് ടുവേർഡ്സ് മീ. സോ താങ്ക് യു വെരി മച്ച്. ലവ്ലി മീറ്റിംഗ് യു ഓൾ.
ഒരിക്കൽ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇവരെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ 8 കിടിലൻ കപ്പിൾസ്. വൺസ് അഗൈൻ വെൽക്കം ടു ദി ഷോ. അപ്പൊ ഇവരെല്ലാരും ആദ്യത്തെ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? എല്ലാവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം നോക്കിയ എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവരുടെ ഒരു സന്തോഷം കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കമ്പനി തീരുമാനിച്ചു ഇവർക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. സന്തോഷം കൂടി. ഗിഫ്റ്റ് വേണ്ടേ? ഷിട്ടോ ഗിഫ്റ്റ് എടുത്തോണ്ട് വരൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ഇനി ഗിഫ്റ്റ് തുറന്ന് ഇത് എന്താണെന്ന് അറിയണ്ടേ? ഒരാകാംക്ഷയില്ലേ എല്ലാവർക്കും? അപ്പൊ പിന്നെ എന്നാ പിന്നെ നിങ്ങൾ തന്നെ തുറന്ന് നിങ്ങളുടെ ഗിഫ്റ്റുകൾ എന്താണെന്ന് നോക്കിയേ. ഒന്നും മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾക്കിത് കീക്ക് പസിൽ കൃത്യമായിട്ട് യോജിപ്പിക്കാൻ നമ്മളൊരു സാധനം അറേഞ്ച് ചെയ്ത് തരാം. പ്രശ്നം കഴിഞ്ഞല്ലോ? ഓക്കെ. പ്രോപ്പർട്ടീസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ 2 സ്റ്റാൻഡ് കണ്ടല്ലോ. ഓക്കെ. ഈ സ്റ്റാൻഡിൽ ഓൾറെഡി ഒരു ഐറ്റം ഉണ്ട്, ഒരു പീസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി പീസുകൾ ഇതുമായിട്ട് മാച്ച് ആകുന്നത് എവിടെയാണെന്ന് ബുദ്ധിപൂർവമായി കണ്ടുപിടിച്ച് നോക്കിയേ. ഈ ഒരു പസില് ഫില്ല് ചെയ്തതിലൂടെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് ഇവര് തിരിഞ്ഞിട്ടുണ്ട്. 2 പേരെ 2 ഗ്രൂപ്പാക്കി നമ്മൾ. ഇതാണ് മത്സരത്തിന്റെ തുടക്കം. അതെ, ഗ്രൂപ്പുകളുടെ പേര് ഇപ്പോ ഓൾറെഡി പവനായി, ഹോനായി. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ കപ്പിൾസും ഓരോ കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ ഓരോ കണ്ടസ്റ്റന്റും ആദ്യം മനസ്സിലാക്കേണ്ടത് ടീം വർക്ക് ആണ്. ഇപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കാൻ പാടില്ല ഞങ്ങൾ ഈ ഒരു കപ്പിൾ എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള എല്ലാ ടാസ്കുകളും, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് മുതൽ എല്ലാം നിങ്ങൾ ടീമായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് അല്ലേ? കുഞ്ഞ് ചെറുത് ഒന്നുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മള് സർപ്രൈസ് ആയിട്ട് ഒരു കപ്പിളിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഇവർക്ക് ഒരു ഉഗ്രൻ കോമ്പറ്റീഷൻ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മലയാളത്തിലെ വളരെ എന്താ പറയാ ഒത്തിരി നല്ല സിനിമകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയും ആളുടെ ഹസ്ബൻഡും. ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ വേദിയിലേക്ക് നമ്മളുടെ നെക്സ്റ്റ് സൂപ്പർ കപ്പിൾസിനെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം നിയ ആൻഡ് അശ്വിൻ. അപ്പൊ 2 പേർക്കും വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ് ഫാമിലി. ഓവർ ടു മൂത്താശ. ആ പേരിലൊരു എന്തെങ്കിലും ഒരു ആനുകൂല്യം ആശാൻ പോരെ? നിങ്ങളൊക്കെ പറഞ്ഞ ആശാനാക്കി. നിങ്ങൾക്ക് അതൊരു ആശാനല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതൊരു പക്ഷെ എനിക്ക് ആശാൻ എന്ന് വിളിക്കാനല്ല തോന്നുന്നേ. എന്താന്ന് വിളിക്കാൻ തോന്നുന്നു? എനിക്ക് 2020 പുതുതായിട്ട് ഇറങ്ങി വന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. നിങ്ങൾ കോസ്റ്റ്യൂം ഒന്ന് നോക്കിയേ, എന്താ ഇത്? നമുക്ക് വേറെ കപ്പിളിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഇനി ഒരു തിരിച്ചു പോക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരൊന്നും വേണ്ട, നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിക്കാം. അപ്പൊ ആശാൻ ആ ചോദ്യം കൂടി ചോദിക്കാം. മിയ പറയേണ്ടത് അശ്വിനെ കുറിച്ച് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അശ്വിന് അതേപോലെ തന്നെ മിയെ കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും പറയാവുന്നതാണ്. ഒരെണ്ണം പറഞ്ഞാൽ മതി കേട്ടോ, ഒരെണ്ണം. എന്ത് കോൺഫിഡൻസ് നോക്കി, ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെ 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 അതെ. അപ്പുവിന്റെ ഒരു നല്ല കാര്യം, അപ്പൊ അധികം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തില്ല, കാര്യങ്ങളെല്ലാം സ്വയമേ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോ കുക്കിംഗ് ആണെങ്കിലും അപ്പുന് കുക്കിംഗ് ഇഷ്ടമാണ്, ഭക്ഷണം വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോ അപ്പു അങ്ങനെ അല്ലെങ്കിൽ അപ്പുന് വേറെ എന്താ ഓപ്ഷൻ? ഒരു ഓപ്ഷനും ഇല്ല. മാഡത്തിന് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. അപ്പുന് വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. അപ്പുവിനെ കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഞാൻ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളാണ്. കുറച്ച് സിനിമയൊക്കെ കണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ആശാന് 10 മണിയാകുമ്പോ ഉറക്കം വരും. പറയൂ, അപ്പൊ മനസ്സ് തുറക്കും. എനിക്ക് കണ്ടമാനം വർത്താനം പറയണ്ട, പോലെ വർത്താനം പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പൂന് അധികം സംസാരിക്കാൻ മറ്റാള് സംസാരിച്ചോളൂ. നന്നായി. ഇഷ്ടമില്ലാത്ത കാര്യം, കണ്ടമാനം ഉറങ്ങും, ലേറ്റ് ആയിട്ട് ഉറങ്ങും. ആണ്
അപ്പൊ രാവിലെ 6 മണിക്ക് ചായ ഒന്നും കിട്ടാറില്ല? ഞാൻ തന്നെ ഇടണം. അയ്യേ, എന്തെല്ലാം ഡയലോഗായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് എഴുന്നിട്ടിട്ട് ഞാൻ ചായ ഇടട്ടെ എന്നൊക്കെ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ നന്നാവും. ഇപ്പൊ 13 ദിവസം ആയതേ ഉള്ളൂ. 13 ദിവസമല്ലേ ആയുള്ളൂ. 1 മാസം ആകുമ്പോ കണ്ടോ നിങ്ങൾ ഞെട്ടും. അതെ, ഞാൻ എണീക്കും, ഞാൻ കാപ്പിട്ട് കൊടുക്കും. കാപ്പിട്ട് കൊടുക്കും. കാപ്പിട്ട് തന്നിട്ടുണ്ട്. ഞാൻ കാപ്പി ടേസ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ പറയും ഇനി എഴുന്നേക്കണ്ട, കിടന്നോളാം. അപ്പോ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു ലോഞ്ചിന്റെ ദിവസം തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന് പോകുന്നത് തന്നെ, ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമേ വന്നത് തന്നെ ഒരുമിച്ച് ഒരു യാത്ര പോയി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി എന്ന് പറയുന്നത് ഇതാണ്. സീയിലേക്കാണ്. ഈ ഒരു ഷോയുടെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. എല്ലാം ഒരു നിമിത്താന്ന് തോന്നുന്നു. ഷോയുടെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സസ്. നമ്മുടെ എന്താണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിട്ട് ആദ്യമായിട്ട് വരുന്ന പ്രോഗ്രാം, ലോഞ്ച് പ്രോഗ്രാം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു തുടക്കമാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും തകർക്കും. അപ്പൊ നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ആദ്യത്തെ ടാസ്കിലേക്ക് പോവാണ്. ആദ്യത്തെ ടാസ്ക് തന്നെ വല്ലാത്തൊരു പേരാണ്. അതെ, പേരാണ് മനപ്പൊരുത്തം. നിങ്ങൾക്ക് എത്രത്തോളം മനപ്പൊരുത്തം ഉണ്ടെന്ന് നമുക്ക് ഈ ടാസ്ക് കഴിയുമ്പോൾ തീരുമാനമാവും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. കഠിനമായ ശിക്ഷാവിധികൾ ഉള്ളൊരു ടാസ്ക് ആണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസിനെയും നമ്മുടെ കണ്ടസ്റ്റൻസിനെയും ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, നല്ല കൈയടി. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടാസ്കിനുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മനപ്പൊരുത്തം എന്നാണ് നമ്മുടെ ടാസ്കിന്റെ പേര്. അപ്പൊ മനപ്പൊരുത്തം നോക്കാനുള്ള ദമ്പതികളെ ഇങ്ങോട്ട് വിളിച്ചാലോ? ആദ്യം വരുന്നത് ഹോനായി ടീമിൽ നിന്നാണ് നിസാർക്കയും ഷെജിദത്തെ. കമാൺ. ഓക്കെ, അടുത്ത ടീമിനെ വിളിക്ക്. പവനായി ടീമിൽ നിന്ന് വരുന്നു ബിബിൻ ആൻഡ് ജസ്ന. ഓക്കെ, അപ്പൊ നമ്മുടെ 2 ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ടാസ്ക് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് പണികൾ നിറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇതൊക്കെ കണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ 10 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഈ 10 ചോദ്യങ്ങൾ ഞാൻ ഈ കപ്പിൾസിനോട് ചോദിക്കും. അപ്പൊ അതിന് ഒരു യെസ്സും ഉണ്ടാവും, ഒരു നോയും ഉണ്ടാവും. ഇവരുടെ 2 പേരുടെയും ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കണം. 2 പേരും ഒരുമിച്ച് യെസ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വീഴും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷിട്ടുമണി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എസ് വെക്കും. ഷിട്ടു റെസ്പോണ്ട് ചെയ്യും. അതെനിക്ക് തോന്നുന്നില്ല. ഞാനതുകൊണ്ട് മിക്കവാറും ഞാൻ നോയെ പോക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പൊക്കാൻ പാടില്ല. അങ്ങനെ പൊക്കിയാ പണി കിട്ടും. അതുകൊണ്ട് 2 പേരും യെസ് ആണെങ്കിൽ പറയരുത്. കള്ളൊന്നും ഇവിടെ പറയാൻ പാടില്ല, ഓൺലി സത്യം. കള്ളം പറയുവാണെങ്കിൽ ഇവർ ഒരേപോലെ പറയണം. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും നിങ്ങൾ ഒരേപോലെ പറയണം. അതിനാണ് മനപ്പൊരുത്തം. അപ്പൊ 2 പേരും ഒരേപോലെ യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ പണിയില്ല. അതല്ല, ഒരാൾ എസ് പറഞ്ഞ് ഒരാൾ നോ പറഞ്ഞാൽ ആർക്കാണ് പണി കിട്ടുന്നത്? ഭാര്യക്ക്. നോ, അവർ ചെയ്യുന്ന എല്ലാത്തിനും നമുക്കാണ് പണി കിട്ടുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഈ പണിയെല്ലാം അച്ഛലപുച്ഛം വാങ്ങിക്കും. ഇതെന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്? ഇത് നമുക്ക് കുക്ക് ചെയ്യാം. തൈര് എടുത്ത് ആ കളറിനകത്ത് മുക്കിയിട്ട് സോസും കൂട്ടി ഒരു ഉഗ്രനായിട്ട് ഉണ്ടാക്കും നമ്മൾ. വെറൈറ്റി ആണോ? പക്ഷേ ഈ സാധന സാമഗ്രികളൊക്കെ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഇരിക്കേണ്ടതുകൊണ്ടും നിങ്ങളടുത്ത ആൾക്കാരുള്ളത് കൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഇയേഴ്സ് തരാൻ പോവാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ബിബിൻ ബ്രോയും നിസാറിക്കയും കംപ്ലീറ്റ് ലുക്കൊക്കെ മാറി കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ടല്ലോ അവര്. അപ്പൊ ഞാൻ ഇവർക്ക് പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. ഇക്ക വലത്തെ കൈ വെക്കൂ. വലത്തെ കൈയിലാണ് യെസ്, ഇടത്തെ കൈ നോ. നോ. നിങ്ങൾ വെറുതെ ബോർഡ് മാത്രം പൊക്കിയാൽ മതി. 2 പേരും ഒരേ ഉത്തരവാണെങ്കിൽ നിങ്ങൾക്ക് പണിയില്ല. അതല്ല, ഒരാൾ എസ് ഒരാൾ നോയും ആണെങ്കിൽ ഭർത്താക്കന്മാർ ഇന്ന് ഇതിനകത്ത് മുങ്ങിച്ചാവും. ഹോനായി ടീം റെഡി അല്ലേ? പവനായി ടീം റെഡി? ഓക്കെ. ആദ്യത്തെ ചോദ്യം എന്റെ ഷിട്ടുമണി തുടങ്ങും. ഓക്കെ. എപ്പോഴും ഭർത്താവ് ഭാര്യയെ
പൊക്കി പറയാറുണ്ട്? എസ് ആണോ നോ ആണോ? ഹായ്. ആ, ലാ, 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 ലാ. വാ. കറക്റ്റ് ആണോ? ഇടയ്ക്കൊക്കെ പൊക്കി പറയണം, ഇല്ലെങ്കിൽ ഞാൻ പൊക്കി പറയാറ്. ഇല്ലെങ്കിൽ മുക്ക് കിട്ടും. വാ. പൊക്കി പറയാറ്. ആ. ഇടയ്ക്കൊക്കെ നമ്മൾ ഭാര്യയെ പൊക്കി പറയണം, ഇല്ലെങ്കിൽ മൊട്ടയിൽ മുങ്ങും. 3, 2, 1, go. മതി മതി. ആ, എങ്ങനെയുണ്ട് പറ പറ. ആ പറ. നോ. ആ, go. രണ്ടാമത്തെ ചോദ്യം. ഭാര്യയെ ഭർത്താവ് പച്ചത്തെറി വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്. മൊട്ട കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കളറായാലോ? വിളിക്കാം. വാ വാ. മിണ്ടരുത്. താതയിലേക്ക്. പക്ഷെ ഉത്തരം തെറ്റാ. ഭാര്യ അതുപോലെ പറയണ്ടേ? എന്നെ വിളിക്കാറില്ല. Ready, 1, 2. മുങ്ങിക്കോ. മുങ്ങിക്കോ. ഞങ്ങളുടെ തെറ്റാണോ? അല്ല, ഇവിടെ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുക ചിട്ടു. ശരിയാണെന്ന് പറഞ്ഞ ഉത്തരം തെറ്റാ. ഒറ്റ കാര്യം, നിന്നെ എപ്പോഴാണ് ഞാൻ പച്ചത്തറി വിളിക്കാറ്? ഇടയ്ക്ക്. ഓ എന്റെ ദൈവമേ, ഞാൻ സ്വയം പറയാറുണ്ട്. അവളെ ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞോളാം. ഇത് തലേന്ന് താഴാത്തെ. ആ മംഗളകർമ്മം ചെയ്തോളൂ. 3, 2, 1. ഒന്നുകൂടെ വിളിച്ചാ വിളി. എന്റെ പാതാവേന്ന് മനസ്സിലാക്കിക്ക. അല്ല, ഈ പച്ചത്തെറികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? അയ്യോ പറയരുത് കേട്ടോ. അല്ല, ഞാൻ പറയാനല്ല. ഇവൾക്ക് ഈ പച്ചത്തെറി അറിയില്ല എന്ന് പറഞ്ഞാ ഇവിടെ തൃശ്ശൂക്കാരിയല്ല. അല്ല, പക്ഷെ ഇപ്പൊ നമ്മള് മുങ്ങി, ഇനിയൊന്നും പറയാനില്ല. അതിന്റെ വിഷമം കൊണ്ടാ പറയണത്. ഓക്കെ, ഇവള് തൃശ്ശൂക്കാരിയായിട്ട് ഇവൾക്ക് പച്ചത്തെറി അറിയില്ലെന്നാ. തെണ്ടി പട്ടി എന്നൊക്കെ പറയുന്നത് പച്ചത്തെറിയാണ്. ഞാൻ പിന്നെ പറയാം. ഞാൻ അവസരം തരാം. ഓക്കെ, ഇവിടെ തെറി പറഞ്ഞോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഞാനല്ല. ഓക്കെ, കഥയിൽ ചോദ്യമില്ല. ഞാനാ. അടുത്ത ചോദ്യം. കല്യാണത്തിന് ശേഷം ഭാര്യയുടെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഭാര്യയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഞങ്ങള് പറയണോ? മാറിയിട്ടുണ്ട്. Yes or no? അയ്യോ, അതല്ല, സോറി. ഓക്കെ. ഇത് തള്ളല്ല. കളിക്കല്ല, ഇത് മാറിയിട്ട് ഇവ ശരിക്കും മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യ സമ്മതിക്കണ്ടേ? ഞാനല്ല, നിങ്ങളുടെ ഭാര്യ പറയുന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. റിലാക്സ്. വാ, നമുക്ക് അടുത്തതിൽ മുങ്ങണ്ടേ? വാ. തല. സോറി. ഞാൻ വല്ലാണ്ട് റെഡി. ഇവളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. രസാണ്. അതെ, ഭാര്യ ആദ്യം പറഞ്ഞു മാറിയിട്ടില്ലാന്ന്, പക്ഷെ പിന്നെ ഭാര്യ പിന്നെ പറഞ്ഞു മാറിയിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം പണി തന്നെയാ. താഴ്ത്തിക്കോ. എനിക്ക് ബിബിനോട് ഒരു കാര്യം മാറിയിട്ടുണ്ട്. ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ സത്യം മാത്രമേ പറയണുള്ളൂ. കല്യാണം കഴിഞ്ഞ ഏത് പെണ്ണിന്റെ സ്വഭാവം മാറും, പ്രത്യേകിച്ച് ഇവളുടെ ശരിക്കും മാറിയിട്ടുണ്ട്. ഞാൻ പാവം, എന്നെ മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ല. നിങ്ങൾ സത്യം പറയുവാണെങ്കിലും കള്ളം പറയുവാണെങ്കിലും ഒരുപോലെ പറയണം. ബേസിക്കലി എന്താ അറിയോ, നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കോർഡിനേഷൻ വേണം. നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ അറിയോ, ഭർത്താക്കന്മാര് ചിന്തിക്കേണ്ടത് ഭാര്യ എന്തായിരിക്കും ഉത്തരം പറയാൻ സാധ്യത എന്നാണ്. ഇവിടെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ എനിക്കിട്ട് പണി തന്നെയാണ് എന്നെ എങ്ങനെ മുക്കി കുളിപ്പിക്കാൻ വേണ്ടി. മുതുക് മൊത്തത്തിൽ
സൂപ്പർ. നാലാമത്തെ ചോദ്യം സിമ്പിൾ ആട്ടോ. ഭർത്താവ് ഒരു പിശുക്കനാണ്. പൊക്കു. ഭർത്താവ് ഒരു പിശുക്കനാണ്. ബിബിന് ജസ്റ്റ് താഴ്ത്തിക്കോ. നിങ്ങൾ പിശുക്കല്ലേ? ഇത് പിശുക്കല്ലേ? ചിലപ്പോ നാളെ പ്രോഗ്രാമിന് ഞങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. ഞാൻ തൊട്ട് പിശുക്ക് കാണിച്ചിട്ടുള്ള നിങ്ങൾ പിശുക്കൻ തന്നെയാ. ഞാൻ ഇടയ്ക്ക് ഇവിടെ കൈ വീശി അടിക്കുമ്പോ എന്റെ കവള് വരും കേട്ടോ. അടിക്കല്ലേ? റെഡിയല്ലേക്കാ? വേണ്ട, ഇപ്രാവശ്യം കളറിൽ തന്നെ തരാം. കാര്യം ക്രീമും കളറും നല്ല രസം. ബിബിന് ജസ്റ്റിൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അഞ്ചാമത്തെ ചോദ്യം. കട്ടില് കണ്ടാൽ ഭാര്യ ശവമാണ്. ഭർത്താക്കന്മാര് രണ്ടുപേരും എന്റെ ദൈവമേ. തെറ്റാണ്. എന്റെ ബിബിൻ ബ്രോ ഒന്നും പറയാനില്ല. വേറെ ലെവൽ സാധനമായി പോയി അടുത്തതിൽ മുങ്ങാം. കട്ടിലുണ്ട് അവള് വെറും ചവാ. പക്ഷെ ഭാര്യ ഇവള് നോണയാന്നേ പറയണ എനിക്കിട്ട് പണി തരാൻ വേണ്ടി. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ തന്നെ താഴോട്ട് പോട്ടെ. ഇവര് തെറ്റാണോ ശരിയാണോ പറഞ്ഞേ? കള്ളത്തരം ചെയ്ത ഡബിൾ മുങ്ങേണ്ടി വരുവേ. ആറാമത്തെ ചോദ്യം. ഭർത്താവ് റൊമാൻസിൽ പരാജയമാണ്. ആ ബിബി പൊക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെ? റൊമാൻസ് പുലിയ ഒന്നുകൂടെ പറഞ്ഞേ. അതെ, ഞാന് പുലിയാണ് റൊമാൻസില്. വെറുതെ ഇരുത്തില്ല, ഞാൻ വെറുതെ ഇരുത്താറില്ല ഞാൻ. പക്ഷേ ചേച്ചി പറയുന്നത് അതൊന്നും പോരാന്നാ. അയ്യോ ബാബാ. ബിബിനെ തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചു. മുങ്ങ്. ഭാര്യ അല്പം പൊങ്ങച്ചക്കാരിയാണ്. ഓ, ഇത്തവണയെങ്കിലും ശരിയാക്കിയല്ലോ. ചിലവളത് റെഡിയാവും, ചിലവളത് റെഡിയാവൂല. ഇക്കടെ ഇന്നത്തെ റെഡിയായതേ ഇല്ല. അവളെ ബന്ധു വീട്ടിൽ പോയി അവൾ എന്തൊക്കെ പറയാന്നറിയില്ല. മാത്രമേ പറയാറുള്ളൂ. ഇപ്പൊ നമുക്ക് മുങ്ങാം. ഹായ്, വരൂ മുങ്ങാം. മൊട്ട. ലൈറ്റ് ആയിട്ടോ ഞാൻ മുക്കണേ. ഇവിടെ ബിബിനും ജസ്റ്റിനെയും ശരിയാക്കിയിട്ടുണ്ട്. എട്ടാമത്തെ ചോദ്യം. ദാമ്പത്യ രഹസ്യങ്ങൾ ഭർത്താവ് കൂട്ടുകാരോട് പറയാറുണ്ട്. പറയാറുണ്ട്. യെസ് ഓർ നോ? ദാമ്പത്യ രഹസ്യങ്ങൾ മുക്കി ജാം അടുത്തല്ലോ. റെഡി ആയിക്കോ കേട്ടോ ബിബിനെ. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ല, ചെറുതായിട്ട് തെറ്റാണത്. ഇനി നമ്മൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അത് ചീച്ചിക്കുട്ടികളാണ്. ഇങ്ങി വാ. ഒമ്പതാമത്തെ ചോദ്യം. ഭർത്താവ് ഒരു മണ്ടനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒന്ന് കൈയടിക്ക്. ആദ്യമായിട്ട് രണ്ടുപേരും. പത്താമത്തെ ചോദ്യം. കല്യാണത്തിന് ശേഷവും ഭർത്താവ്
അന്യ സ്ത്രീയെ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണാറുണ്ട്. ഉണ്ടോ? 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 ആ ഇക്ക പറ. കൈ പൊങ്ങുന്നില്ല. ഇക്ക പറ. കൈ പൊക്കണം. പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ഇതിക്കുള്ള പ്രശ്നമൊന്നും ഇനി ആവാനില്ല. ആ എന്ത് തോന്നണു? കാണുന്ന തെറ്റല്ല, പക്ഷെ അത് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു തെറ്റായി പോയി. തഴുത്തിക്കോ, നമുക്ക് മുട്ടയിൽ ഒന്നുകൂടെ മുങ്ങാം. താഴ്ത്തിക്കോ, താഴ്ത്തിക്കോ. ആ ശരിയായി, വളരെ ശരി. മുങ്ങിക്കോ, മുങ്ങിക്കോ. ബാ. ഞങ്ങളാ ഏത് കളർ വേണം? വെള്ള വേണോ, പിങ്ക് വേണോ, റെഡ് വേണോ? ഇഷ്ടമുള്ള കളർ ഞാൻ പല പെണ്ണുങ്ങൾക്കും മെസ്സേജ് ചെയ്യുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? സുഹൃത്തുക്കളെ, മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ സംഭവബഹുലമായ ഒന്നാമത്തെ ഗെയിം അവസാനിച്ചതായി കമ്പനി പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ മത്സരം ഞങ്ങൾ ഉദ്ദേശിച്ചത് പവനായി വേഴ്സസ് ഹോനായി ആയിരുന്നെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് മിസ്റ്റർ വേഴ്സസ് മിസ്സസ് ആയിരുന്നു ഇവിടെ ഉണ്ടായ കോമ്പറ്റീഷൻ. ഇത് ഒരു ഫൺ ഗെയിം ആയിരുന്നു. കണ്ടിരിക്കുന്നവർക്ക് വളരെ ആനന്ദകരവും ചെയ്യുന്നവർക്ക് ഒരു അനുഭവമായിട്ടുള്ളൊരു ഗെയിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വേദനയോട് കൂടി ചിരിച്ചൊരു ഗെയിം കൂടിയാണ്. ബട്ട് നമ്മുടെ ഫസ്റ്റ് ഷോൻ്റെ തന്നെ സ്പിരിറ്റ് നിങ്ങൾ എല്ലാവരും അത് ആ സ്പിരിറ്റിൽ എടുത്തു എന്നുള്ളത് ഒരു കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ്. എനിക്ക് ശരിക്കും വിഷമമായിട്ടോ നിസാർക്ക് ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ മുക്കി. പക്ഷെ രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ഞാൻ കുറെ ചിരിച്ചു. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ചിരിപ്പിച്ചതിന്. ഇനിയിപ്പോ ഇവര് വീട്ടിൽ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിസാർക്ക് ശരിക്കും നിസാർക്ക ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഉറപ്പാണ് നിസാർക്ക ഈ ഒരൊറ്റ എപ്പിസോഡിലൂടെ തന്നെ നിസാർക്കയ്ക്ക് ഫാൻസ് അത്യാവശ്യം കൂടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ നിസാർക്കനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഓഡിയൻസ്. എല്ലാം ചെയ്തിട്ട് നിന്റെ ആശ്വസിപ്പിക്കല് വേണ്ടെന്നാണ് പറയാൻ വന്നത് അല്ലേ? നമുക്ക് നമ്മുടെ കപ്പിൾസിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗെയിം? ഞങ്ങളിവിടെ കുറേ ചിരിച്ച് മണ്ണ് കപ്പി അല്ലെങ്കിൽ ചിരിച്ച് വയറുവേദനിച്ചു എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ ചിരിക്കാൻ എനിക്ക് വയ്യ. അല്ല, നല്ലോണം ചിരിച്ചോ? എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ഇതേപോലെ ഗെയിമാണ് നിങ്ങൾക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. അല്ല, അത് പറയുമ്പോ ശരിക്കും ഞെട്ടേണ്ടത് അപ്പുവാണ്. പക്ഷെ അപ്പുവിന്റെ മുഖത്ത് ഞാനൊരു ഞെട്ടൽ കണ്ടില്ല. അല്ല, നമുക്ക് സെലിബ്രിറ്റീസ് ആവുമ്പോൾ റോൾ റിവേഴ്സൽ കൊടുക്കണം. ഇവിടെ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഈ സെലിബ്രിറ്റീസിന് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ മുങ്ങേണ്ടത് മറ്റാളായിരിക്കും. കൂട്ടുകാരിയോട് നല്ല സ്നേഹമാണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല, ശീലത്തിന്റെ. എല്ലാം നന്നായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ്, ഹസ്ബൻഡ്സ് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് എല്ലാം ആൻസർ ചെയ്തു. മറ്റവരാണ് പണി കൊടുത്തത് ബേസിക്കലി. നമ്മുടെയൊക്കെ മനസ്സിൽ കളങ്കമില്ല. അതുകൊണ്ട് പണി നമ്മൾ വാങ്ങിക്കും. ഇവര് കറക്റ്റ് ബ്രില്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഉത്തരങ്ങൾ പറയും. അപ്പോഴും പണി വാങ്ങിക്കുന്ന ആരാ? നമ്മള് പാവങ്ങള്. ജീവ 13 ദിവസമായിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട്. മനസ്സിന്ന് വന്നതാ. ശീലമായിക്കോളൂന്ന് പറ. എത്ര ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒരു 5 വർഷം ആകുമ്പോഴത്തേക്ക് ശീലമായിക്കും. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളെ ഭാര്യമാരുടെ ഈ ഒരു ഡെക്കറേഷൻ ഒക്കെ മാറ്റി ഭർത്താക്കന്മാരത് കാണിച്ചു കൊടുക്കാം. ഈ കണ്ണ് നമുക്കൊന്ന് അഴിക്കാം. ഹായ്, നോക്കൂ നിസാർക്ക, വലത്തോട്ട് നോക്കൂ, അവിടെ ഒരു പറവ. അല്ല, ഭർത്താവിനെ കണ്ടപ്പോ അയ്യോ പാവന്നൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി നമുക്ക് കണ്ട വഴിയോ വേണ്ട, ഇത്ത തന്നെ ഇക്കയുടെ ആ കെട്ട് അഴിച്ചു മാറ്റി ബിബിനെ ഒന്ന് കാണിച്ചു കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാ. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഞാനും അതാ. അല്ല, നിങ്ങൾ പറഞ്ഞത് നോണ പറയാനല്ലോ പറഞ്ഞത്. അല്ല പെണ്ണുങ്ങളെ സ്വപ്നം കാണാതെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ഒരാളുണ്ടെങ്കിൽ പറ.
ഞാൻ കാണും. ജീവാ ഈ 13 ദിവസം മുന്നേ കല്യാണം കഴിച്ച അശ്വിൻ ചേട്ടൻ വരെ 13 ദിവസം ആയുള്ളൂ. അങ്ങോട്ട് പോവല്ലേ, ഇവിടെ വാ. 13 ദിവസം ആയതേ ഉള്ളൂ, അത് കൊളവാക്കരുത്, ഇവിടെ വാ. അവര് ജീവിച്ചോട്ടെ എന്നാ പൊക്കോ. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ആദ്യത്തെ ഗെയിം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. പൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പവനായി ടീമും ഹോനായി ടീമും കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മാറി ക്ലീൻ ചെയ്തിട്ട് പോയിട്ട് വരും. നമ്മളൊരു ചെറിയ ബ്രേക്കിന് പോവാണ്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോ നമുക്ക് പിന്നെയും ഒരു ടാസ്ക് ഉണ്ട്. അതെ, ആ ടാസ്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ കപ്പിൾസ് ആയ മീയും അപ്പവും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രേക്ക് ആയിരിക്കും ഇത്. ഈ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പണി എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇരിക്കുന്നത്. അതെ, നമ്മൾ അറിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെലിബ്രിറ്റി കപ്പിൾസിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഇവിടെ വരും, ഓടി വരും. ഓടിയാ സെയിം എസ് ഓർ നോ ടാസ്ക് ആണ്. ഒന്നെങ്കിൽ ഒരേപോലെ എസ് പറയുക, അല്ലെങ്കിൽ നോ പറയുക. പണിഷ്മെന്റ് നമ്മൾ എന്ത് കൊടുക്കും ജിപി? കണ്ണി മുളകോട് ചേച്ചിട്ട് മുട്ട് സൂചിട്ട് കുത്തിയാലോ? എന്തോന്നാടാ ഇത്രയും കഷ്ടപ്പെട്ട് അവരേനൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇത്രയും സിമ്പിൾ ആയ സാധനങ്ങൾ കൊടുക്കുന്നവർക്ക്? ചേച്ചി സിമ്പിൾ ആയി പോയല്ലേ? പിന്നല്ലാതെ ഒന്നില്ലെങ്കിൽ സെലിബ്രിറ്റി എന്നുള്ള ഒരു മര്യാദയെങ്കിലും കൊടുക്കണ്ടേ? സോറി ബ്രോ, വരുത്തി അപമാനിക്കുന്നു. മൈ ബാഡ്, സോറി. 1-2 എക്സാമ്പിൾ പറയാനുണ്ടോ? മുട്ടുസൂചികൾ ഇങ്ങനെയുള്ള ചെരുപ്പ് വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറയാ, അങ്ങനെ എന്തെങ്കിലും വളരെ കൈ മുക്കിയിട്ട് മുദ്ര കാണിക്കാൻ പറയാം. ഇവരെത്ര തെറ്റിക്കുന്നു നോക്കാം. അതെ, ഓക്കെ. പ്രോപ്പർട്ടീസ് കൊടുക്കും. കണ്ണുകൾ ഞങ്ങൾ വെച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം. ഓക്കെ. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം സഹിച്ച് കഴിച്ച് തീർക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വല്ലാണ്ട് സഹിച്ച് കഴിച്ച് തീർക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട്. ഓവർ സ്മാർട്ട് ആവണ്ട, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമ്മളെ ഉത്തരങ്ങൾ അവസാനം പറഞ്ഞാൽ മതി. ഇപ്പൊ ഒന്നും മിണ്ടരുത്. കളിയാ ഇവള് ഇത് വെച്ച് പ്ലാൻ ചെയ്യും. നമ്മളിപ്പോ ഉത്തരം കൊടുക്കരുത്. രണ്ടാമത്തെ ചോദ്യം. ഭർത്താവിന് ചില സമയങ്ങളിൽ ഭാര്യയോട് അസൂയ തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ ആലോചിക്കട്ടെ. ഭർത്താവ് ഒരു സുമുഖനാണ്. എനിക്ക് വയ്യ. 13 ദിവസം ബാച്ചുലർ ലൈഫ് ആസ്വദിച്ച് കൊതി മാറിയിട്ടില്ല. യെസ് ഓർ നോ? കൊതി മാറിയിട്ടില്ല എങ്കിൽ യെസ് പൊക്കുക, കൊതി മാറിയിട്ടുണ്ടെങ്കിൽ നോ പൊക്കുക. ഓക്കെ. ഭാര്യ ഉറക്കത്തിൽ കൂർക്കം വലിക്കാറുണ്ട്. ഭർത്താവിന്റെ ഡ്രസ് സെൻസ് ഒരു തോൽവിയാണ്. മേക്കപ്പ് ഇല്ലാത്ത ഭാര്യയെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അടിപൊളി. എട്ടാമത് ഭാര്യ പല്ലു തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പല്ല് തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇനി പല്ല് തേക്കാന്ന് പറഞ്ഞ എന്താ എന്ന് ചോദിക്കരുത്. ഉണ്ടോ ഇല്ലയോ? ഭർത്താവിന്റെ മുമ്പിലും ഭാര്യ അഭിനയിക്കാറുണ്ട്. പത്താമത്തെ ചോദ്യം. ഉടനെ തന്നെ ഒന്നും സാധ്യതയുണ്ടോ? ഓ മൈ ഗോഡ്, എനിക്ക് വയ്യ. നിസാർക്കടിയും ഇതിലൊക്കെ ഉണ്ടായിരുന്ന 4 ശരിയുത്തരം, 1 ശരിയുത്തരം. ഇത് 8 ശരിയുത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. ഏതാ അത് കേട്ടോ? ഏത് 2 ഉത്തരം തെറ്റി? അത് ചോദിച്ച ഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് 8 ശരിയുത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അല്ല. ദാറ്റ്സ് ലൈക്ക്
രണ്ടെണ്ണേ തെറ്റുള്ളൂ. എന്താ പണിഷ്മെന്റ്? നമ്മൾ ഭാര്യയ്ക്കാണല്ലോ പണിഷ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആർക്കും വേണേലും കൊടുക്കാം. ജീപ്പിയുടെ ഇഷ്ടം, ഫുൾ ജീപ്പിയുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോ ഭർത്താക്കന്മാർക്കാണല്ലോ പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതേ സംഭവം തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. എനിക്കിട്ട് തന്നെ പണി വന്നു. പക്ഷേ താങ്കൾക്ക് ഞാൻ എന്ത് പണിഷ്മെന്റ് തരും എന്നങ്ങനെ ആലോചിക്കുമ്പോ ഇതിലും വലിയ ഇനി എന്ത് പണിഷ്മെന്റ് തരാനാ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അത് ആലോചിക്കുമ്പോ അതിൽ വലിയൊരു പണിഷ്മെന്റ് എനിക്ക് ആലോചിച്ചിട്ട് വരുന്നില്ല. സാധാരണ നമ്മളെ മിസ്റ്റർ ആൻഡ് മിസ് ഷോയില് ഇവിടെ വരുന്നു, ടാസ്ക് ചെയ്യുന്നു, പണിഷ്മെന്റ് അപ്പൊ കൊടുത്തു വിടുവല്ലേ. ഇത് ഞങ്ങൾ പണിഷ്മെന്റ് വീട്ടിലോട്ട് തന്നു വിടും. എൻജോയ്. സത്യത്തില് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഗംഭീരമായി അല്ലേ? എന്താ എനർജി? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ 2 കപ്പിളാണ്, 2 പേരാണ്, 2 ടീമാണ് ഇപ്പോ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതൊരു ചെറിയ പോരാട്ടമായിരിക്കില്ല, ഒരിക്കലും ഇല്ല. ഇതൊരു ഗംഭീര കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. ഇതുപോലത്തെ ഒരു ഷോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റില്ല. നിങ്ങൾ സ്പോട്ടിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ആ സ്പോട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ അതിനെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫിസിക്കൽ, മെന്റൽ, എല്ലാ തരത്തിലുള്ള സൈക്കോളജിക്കൽ എല്ലാ തരത്തിലുള്ള കേപ്പബിലിറ്റീസും ടെസ്റ്റഡ് ആയിരിക്കും. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. മക്കളെ എങ്ങനെയുണ്ട് തുടക്കം? ഫുൾ ഓൺ എനർജി. ഞാനൊരു എന്താ പറയാ, പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഈ ഒരു എപ്പിസോഡ് കാണുന്നത്. ഓക്കെ, ജഡ്ജ്മെന്റിനെക്കാട്ടിൽ കൂടുതൽ എത്രമാത്രം എന്റർടൈൻ ചെയ്യുന്നുണ്ടോ കണ്ടസ്റ്റൻസ്, അതാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്യൂർലി എന്റർടൈനിങ്. ആൻഡ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്, ഐ കാൺ ബിലീവ് ഒരു 13 ദിവസമായിട്ടുള്ളൂ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചപ്പോൾ ദ വേ ഹൗ യു ബോത്ത് ദാറ്റ് കണക്ട് ദാറ്റ് യു ബോത്ത് ഹാഡ്, അത് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ടാസ്കില് GP പവനായാണോ അതോ ഹോനായാണോ ജയിച്ചത്? അതിലൊരു സംശയമില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ മനപ്പൊരുത്തം കാഴ്ചവെച്ചത് ഏത് ടീമാണ്? ബിബിൻ ആൻഡ് ജസ്റ്റിനാണ്. പവനായ്. അപ്പൊ എന്തായാലും നമ്മുടെ ജൈത്രയാത്ര മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ തുടങ്ങിയിരിക്കുകയാണ്. അതിഗംഭീരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനെയും എന്താ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് പടന്ന് പന്തലിച്ചു. ആരാണ്? ഞാനാ? ഞാൻ തിരുവിതാംകൂർ മേൽശാന്തിയാ. കണ്ടിട്ടൊരു വക്കീലിനെ പോലെ തോന്നിയതാ. എങ്ങനെ? കണ്ടിട്ടൊരു വക്കീലിനെ പോലെ തോന്നിയതാണ്. എടാ, നിനക്കിത് വക്കീലായിട്ട് തോന്നിയോ? എന്നിട്ട് നീ അറിഞ്ഞു വെച്ചോണ്ട് മനുഷ്യനെ കളിയാക്കണോടാ? കളിയാക്കണോ നീ അറിഞ്ഞു വെച്ചോണ്ട്? അല്ല, വക്കീലാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, വക്കീൽ എന്താ ഈ വീട്ടിൽ കാര്യം? അമ്മേ, ഇത് നിന്റെ വീടാത്? ഞാൻ ഓർത്തത് ബാഹുബലിയുടെ കൊട്ടാരമായിരുന്നു. രാജാവേ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പരിഷ്കാരിയായ രാജാവേ. പൊന്നേട്ടായി, ഇത് കൊട്ടാരം ഇതൊന്നുമല്ല. ഇത് സി കേരളത്തിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടെ എന്താണ് ചേട്ടന്റെ കാര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഈ സ്ഥലത്ത് ഞാനൊരു ടിവിയിലൊരു സംഭവം കണ്ടു. ഭർത്താക്കന്മാരെ സ്ഥിരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു ഷോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അമ്മച്ചിയാണല്ല? അതൊന്നുമല്ല, ഞാനറിയും. കാരണം ഞാൻ ക്രിമിനൽ ലോയർ ആണല്ലോ. ക്രിമിനൽ ആയിട്ടുള്ള എന്ത് പരിപാടിയാണെന്നാലും ഞാൻ അപ്പം അറിയും. അല്ല, ഇവിടെ അങ്ങനെ പീഡിപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഭർത്താക്കന്മാരെ പുറത്തു പറയില്ല. സത്യത്തിൽ എന്നാ സംഭവം എന്ന് പറയുമ്പോൾ, ഒരു വീടിന്റെ വാതലം കടത്തിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് ഈ കെട്ടിയവനകത്തേക്ക് കയറി ചെല്ലും. കുനിച്ച് നിർത്തിയിട്ട് ഇടിക്കുന്നത് ഭാര്യമാരായിരിക്കും. ഓരോ ഇടി ഇടിക്കുമ്പോൾ ഇവര് പറഞ്ഞായിരുന്നല്ലോ, അയ്യോ ഈ കാലൻ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഇവള് കരയും. ലാസ്റ്റ് ഇവന് എഴുന്നേറ്റ് നാണം കെടാതിരിക്കാൻ ബട്ടൺസ് ഇട്ടിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അല്ല പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, അനുഭവം ഉണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ സീനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സീനുണ്ട്. എനിക്ക് അതിന്റെ ഇത് റിപ്പോർട്ട് കിട്ടിയിട്ടാണ്. ഇതെന്താ ഇത്? ഭയങ്കരമായിട്ട് കേസ് വാദിക്കുമ്പോ ഞാൻ വേർക്കും. അന്നേരം ഇങ്ങനെ ഒപ്പാനുള്ള തുണിയാ. അപ്പോ ഇവിടെ ഭർത്താക്കന്മാരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. എത്ര 13 ആയുള്ളൂ? 13 ദിവസം. കുഴപ്പമില്ല, അത് ആയിക്കോളും. കുഴപ്പമില്ല, ശരിയായിക്കോളും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെയുള്ള കപ്പിൾസിനെയൊക്കെ ഒന്ന് കാണുക. അവർ സന്തോഷമായിട്ട് ജീവിക്കുവാണെങ്കിൽ അവരെ പിരിച്ച് പപ്പും പൂടേം പറിച്ച് തെക്കോട്ടും വടക്കോട്ടും വിടുക. അല്ല, അങ്ങനെ പറയില്ലേ, ഇതൊരു കപ്പിൾസില്ല. അപ്പൊ അവര് പരസ്പരം അവരെ ഒത്തൊരുമിച്ച് നന്നായിട്ട് പോട്ടെ, അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്രിമിനൽ ലോയർ ആണ്. ഞാനിത് മൊത്തം ഡൈവോഴ്സ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് ആവശ്യമാണെങ്കിൽ ഞാനൊരു ഭർത്താവിനെ ഞാൻ സൗജന്യമായിട്ട് കൊടുക്കും. അതാരാ? അത് ഞാൻ തന്നെ.
എന്തായാലും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇതൊക്കെ പറയാനുള്ള കാരണം ഇവിടുത്തെ കപ്പിൾസ് അടി കൂടുന്നുണ്ട് എന്നുള്ള ഒരു എന്തോ ഒരു ന്യൂസ് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇതിന് എന്താണ് ഒറിജിനലി ഐറ്റം എന്നുള്ളത് ഒരു മനസ്സിലായിട്ടില്ല. നമുക്കൊരു സീറ്റ് കൊടുക്കാം, അദ്ദേഹം ഇരുന്ന് കാണട്ടെ. എങ്ങനെയാണ് അത് വെച്ച് ആ പോയിന്റ് പിടിച്ചിട്ട് എനിക്ക് കയറി. അതെ, താങ്കൾ ഇരുന്ന് കാണൂ ഇവിടുത്തെ കപ്പിൾസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്തോ എഴുതി വെച്ചേ. അതെ, മഷി വലിച്ചെടുത്തതാ. ചില സമയത്ത് തെളിയാറില്ല, ബോള് കയറി കൊടുക്കും. അതാ. അപ്പൊ ചേട്ടൻ ഒരു കാര്യം, നമ്മുടെ ജഡ്ജി GP പറഞ്ഞ പോലെ ചേട്ടൻ നമ്മളൊരു സീറ്റ് തരാം. എവിടെ ഇരുന്നിട്ട് ഇവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടൻ ഞാൻ അതൊക്കെ കയറി പിടിക്കാം. നമുക്ക് നേരിട്ട് കാണുവാണെങ്കിൽ പോയിന്റ് കിട്ടുവേ. ഞാനാ പറയണേ ഒരു സ്കോപ്പ് ഉണ്ട്. മോക്കടെ മുഖത്ത് ഒരു വിഷമം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു. ഒരു വിഷമമില്ല പൊന്നിയേട്ടായി, ഒരു വിഷമമില്ല. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട് അത് ചാടി പിടിച്ചു. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ വളരെ ഉത്സവത്തോടുകൂടി ആഘോഷമാക്കി. അതിന് നിങ്ങളുടെ പങ്കാണ് ഏറ്റവും വലുത്. അതിനൊരിക്കൽ കൂടി നമ്മൾ കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ മേജർ ഗസ്റ്റ് ആയിട്ട് വന്നൊരു കപ്പിൾ ഇവിടെ ഉണ്ട്. അവരാണെങ്കിൽ 8 ഉത്തരങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഗംഭീരാക്കിയാണ്. അപ്പൊ അവരുടെ ചുറ്റും നിന്ന് നമുക്ക് അവരെ സെന്ററിൽ നിർത്തി അങ്ങോട്ട് ആഘോഷിച്ചിട്ട് അങ്ങോട്ട് ഇതോടെ അവസാനിപ്പിക്കാം. Okay, Apo, this is Shittumani and Shittumani signing off from Cutie, the beauty soap and BSY Noni hair color shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Digital Hub and special partner KSFE. Good night!